ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കേരച്ചൂര പിന്നെ പച്ചയ്ക്ക് അത് മുളകും മല്ലിയും ഞാൻ വറക്കുന്നില്ല. അതുപോലെ തേങ്ങ പച്ചയ്ക്ക് അരച്ച് ചേർക്കുകയും കൂടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കറി. അത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ഒരു കറിയാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ ഉണ്ണാൻ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. ഇത് പച്ചയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഒന്നും മൂപ്പിക്കുന്നില്ല. മുളക് പൊടി മൂപ്പിക്കുന്നില്ല, മല്ലിപ്പൊടി മൂപ്പിക്കുന്നില്ല, പിന്നെ തേങ്ങ വറുത്ത് അരയ്ക്കുന്നില്ല. എല്ലാം പച്ചയ്ക്കാണ് ചേർക്കുന്നത്. തേങ്ങ ചിരണ്ടി ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പച്ചമുളക് പൊടിയും പച്ച മല്ലിപ്പൊടി, അതായത് വറക്കാത്ത മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും ഇച്ചിരി പിഴിപുളിയും കൂടെ ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ചു. പിന്നെ അത് തിള വരുമ്പോൾ ഞാൻ ഒരല്പം തേങ്ങ ചിരണ്ടി എടുത്ത് 3-4 കുരുമുളകും 1 കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അരച്ച് ഞാൻ ചേർക്കുന്നതായി കാണുന്നത്. അതൊന്ന് ഇളക്കി ഒന്നുകൂടെ നല്ലകൂടെ തിളച്ച് കുറുകി കഴിയുമ്പോഴാണ് ഞാൻ ഈ തേങ്ങ അതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് പിന്നെ അധികം നമ്മൾ ഇത് അടുപ്പേ വെക്കട്ടെ. നമ്മൾ അവിയലൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇത് ഇങ്ങ് മാറ്റിയിട്ട് കടു വറക്കാനായിട്ട് ഞാൻ അതിനകത്ത് ഉലുവ പിന്നെ ചേർത്തിട്ടില്ല. അപ്പം ഉലുവായും കടുകും എനിക്ക് ചുമന്ന മുളകില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. പിന്നെ കരിവേപ്പില, ഉലുവായും കടുകും കൂടെ പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, അടിപൊളി ഒരു കറിയാണ്. നിങ്ങളൊന്ന് ചെയ്തോളൂ. ചപ്പാത്തിയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടി. ഞാൻ ചുവന്നുള്ളി കടുക് വറക്കാനായിട്ട് ഇട്ടതാണ്. എണ്ണ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഏത് സാധനവും കടുക് വറക്കാനൊക്കെ നമ്മൾ ഇടുന്ന ഏറ്റവും എളുപ്പം. നമുക്കത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒത്തിരി നേരം നമുക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കരിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് കടുകും പിന്നെ ഉലുവായും കൂടി ഇട്ട് കൊടുക്കണം. കടുക് ചേർത്തില്ല എങ്കിലും ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ടേസ്റ്റാണ് കടുക് വറുത്ത് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനകത്ത് പച്ചയ്ക്കാണ് മുളക് അരച്ചിരിക്കുന്നത്. മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം ഞാൻ പച്ചയ്ക്കാണ് ഇട്ടേക്കുന്നത്. പച്ചയ്ക്ക് ഒരു ശകലം തേങ്ങ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 ചുമന്നുള്ളി, ഇത്രയും സാധനം ഞാൻ അരച്ചെടുത്താണ് ഇട്ടത്. അത് തിളച്ച് കഴിഞ്ഞ് മീൻ കുറുകിയ ശേഷമാണ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാനിതിങ്ങനെ വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഞാൻ പറയുന്നതിനകത്തൊരു ഇത് വരരുത്. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഒരു മിസ്റ്റേക്ക് വരരുത്. അതിന് വേണ്ടി കേട്ടോ. നല്ലൊരു കറി കേട്ടോ, വെച്ച് നോക്കണം. ഇത് കേരച്ചൂരയാണ്. വലിയ മീനിൻ്റെ ഒരു ഇടത്തരം മീനാണ്. ഞങ്ങൾ കഷ്ണമായിട്ട് വാങ്ങിച്ചതാണ് 1 കിലോ. എപ്പോഴും ഒരുപോലെ തന്നെ കറി വെച്ചാൽ നമുക്ക് എപ്പോഴും അത് നമുക്ക് കൂട്ടാൻ നമുക്കങ്ങനെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പല രീതിയിൽ മീൻ കറി വെച്ച് കൂട്ടുമ്പം അതിനൊരു വ്യത്യാസം, നമുക്ക് ആഹാരത്തിന് ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ തോന്നും. അതിനാണ് ഞാനിങ്ങനെ പല രീതിയിൽ മീൻ കറി വെച്ച് കാണിക്കുന്നത്. പലർക്കും അറിയാം, ഇത് നാടൻ രീതി, പഴയ കാലങ്ങളിലൊക്കെ വെച്ച് ചെയ്യുന്ന രീതിയാണിങ്ങനെ. കടുക് ഉലുവായും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പിന്നെ കറി ഞാൻ വെന്ത് വാങ്ങി വെച്ചേക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന ഒരു കറിയാണ്. നിങ്ങൾക്കിത് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതൊന്ന് കോരി കാണിക്കാം. നല്ല കൊഴുകൊഴാന്നായിരിക്കും ഈ കറി. നമുക്ക് ചപ്പാത്തി തന്നെ നല്ല ഒരിതാണ്. കറി പിന്നെ ഉച്ചയൂണിനും കൊള്ളാം കേട്ടോ. ചോറ് കറിക്ക് കൊള്ളാം. ഉണ്ടോ? നല്ലൊരു കറിയായത്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ ആസ്വദിച്ച് പാചകം ചെയ്താൽ ഏത് കറിയും നല്ലതായിരിക്കും.